പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഖദീര മരം കൊണ്ട് ഹോമയാഗപീഠമുണ്ടാക്കി. അത് 5 മുഴം നീളവും 5 മുഴം വീതിയും ഇങ്ങനെ സമചതുരവും 3 മുഴം ഉയരമുള്ളതുമായിരുന്നു. അതിൻ്റെ 4 കോണിലും 4 കൊമ്പുണ്ടാക്കി. കൊമ്പുകൾ അതിൽ നിന്നു തന്നെയായിരുന്നു. രാമം കൊണ്ട് അത് പൊതിഞ്ഞു. ചട്ടുകം, കലശം, മുള്ളുകൾ, തിരശ്ശീലം ഇങ്ങനെ പീഠത്തിൻ്റെ ഉപകരണങ്ങളെയെല്ലാം ഉണ്ടാക്കി. അതിൻ്റെ ഉപകരണങ്ങളെയെല്ലാം ത്രാമം കൊണ്ടുണ്ടാക്കി. അവൻ യാഗപീഠത്തിന് വലിപ്പണിയായ ഒരു ത്രാമജാലമുണ്ടാക്കി. അത് താഴെ അതിന് ചുറ്റുപടിക്കു കീഴിൽ അതിൻ്റെ പകുതിയോളം എത്തി. ത്രാമജാലത്തിൽ 4 അറ്റത്തിനും തണ്ടു ചെലുത്തുവാൻ 4 വള്ളിയും വാർത്തു. ഖദീര മരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി. ത്രാമം കൊണ്ട് പൊതിഞ്ഞു. യാഗപീഠം ചുമക്കേണ്ടതിന് അതിൻ്റെ പാർശ്വത്തിലുള്ള വളയത്തിൽ ആ തണ്ടുകൾ ചെലുത്തി. യാഗപീഠം പലക കൊണ്ട് പൊള്ളയാക്കി ഉണ്ടാക്കി. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ ത്രാമത്തൊട്ടിയും അതിൻ്റെ ത്രാമക്കാലും ഉണ്ടാക്കി. അവൻ പ്രകാരമുണ്ടാക്കി. തെക്കുവശത്തെ പ്രകാരത്തിനു പിരിച്ച പണി നൂലുകൾ കൊണ്ട് 100 മുഴം മരശീല ഉണ്ടായിരുന്നു. അത് 20 തൂണും തൂണുകൾ 20 ത്രാമവും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽചുവടിയും വെള്ളിയായിരുന്നു. വടക്കുവശത്ത് 100 മുഴം മരശീലയും അത് 20 തൂണും തൂണുകൾക്ക് 20 ത്രാമച്ചവടുകളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തും മേൽചുറ്റുപടിയും വെള്ളിയുമായിരുന്നു. പടിഞ്ഞാറ് വശത്ത് 50 മുഴം മരശീലയും അതിൻ്റെ 10 തൂണും തൂണുകൾക്ക് 10 ചുവടുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊള്ളതും മേൽചുറ്റുപടിയും വെള്ളി ആയിരുന്നു. കിഴക്ക് വശത്ത് മരശീല 50 മുഴമായിരുന്നു. വാതിലിൻ്റെ ഒരു വശത്ത് മരശീല 15 മുഴവും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും ഉണ്ടായിരുന്നു. മറ്റേ വശത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ പ്രകാരവാതിലിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും 15 മുഴവും വീതവും മരശീലയുടെ അതിൽ 3 തൂണും 3 ചുവടും ഉണ്ടായിരുന്നു. ചുറ്റും പ്രകാശത്തിൻ്റെ മരശീലയെല്ലാം പിരിച്ച പണിഞ്ഞു നൂലുകൾ കൊണ്ട് നീനിൽ കൊണ്ടുമായിരുന്നു. തൂണുകൾക്കുള്ള ചുവട് താമം കൊണ്ട് തൂണുകൾ കൊണ്ടും മേൽച്ചുവടുകൾ വെള്ളികൾ കൊണ്ടും കുമിളകൾ വെള്ളി പൊതിയുകയും പ്രാകാരത്തിൻ്റെ തൂണുകളെയെല്ലാം വെള്ളി കൊണ്ട് മേൽചുറ്റുപടിയുമായിരുന്നു. എന്നാൽ പ്രാകാരവാതിലിൻ്റെ മരശീല നീലനൂൽ, ദ്രുമനൂൽ, ചുവപ്പുനൂൽ, പിരിച്ചിരുന്ന പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രയിൽ പണി ചെയ്തായിരുന്നു. അതിൻ്റെ നീളം 20 മുഴവും അതിൻ്റെ ഉയരവും വീതി പ്രാകാരത്തിൻ്റെ മരശീലയ്ക്ക് സമമായി 5 മുഴവുമായിരുന്നു. അതിൻ്റെ നൂല് 4 അവയുടെ ചുവട് 4 ത്രാമമായിരുന്നു. കൊള്ളുത്തും കുമിടുകൾ പൊതിഞ്ഞിരിക്കുന്ന തകിടവും മേൽചുവൾപ്പടിയും വെള്ളിയുമായിരുന്നു. തിരുനിവാസത്തിനും പ്രാകാരത്തിനും 4 പുറവുമുള്ള കുറ്റകൾ ഒക്കെയും ത്രാമമായിരുന്നു. മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതന്മാരായ അഹറോന്റെ മകൻ ഈഥാന്മാർ മുഖാന്തരം ലേവ്യരുടെ ശുശ്രൂഷയാൽ കണക്കുകൂട്ടലുള്ളതുപോലെ സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസത്തിലുണ്ടായ ചെലവ് എന്തെന്നാൽ, യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസേൽ മോശയുടെ യഹോവ കൽപ്പിച്ചതെല്ലാം ഉണ്ടാക്കി. അവനോടുകൂടെ ദാൻഗ്രാഹിൽ അഹസിമാഖന്റെ മകനായി കൊത്തുപണിക്കാരനും കരകൗശല പണിക്കാരനും നീലനൂൽ, ദ്രുമനൂൽ, ചുവപ്പ്, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തലയിൽ ചെയ്യുന്നവനുമായ ഓഫാലിന്യാപമുണ്ടായിരുന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ സ്ഥലപ്രവൃത്തികളുടെയും പണിക്ക് വഴിപാടായി വന്നതിൽ നിന്നുപയോഗിച്ച പൊന്നു വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആകെ 29 താലന്തും 730 ചെങ്കലും ആയിരുന്നു.
സഭയിൽ ചാർത്തപ്പെടുന്നവരുടെ വെള്ളി വിശുദ്ധ മന്ദിരത്തിന്റെ തൂക്കപ്രകാരം 100 താലന്തുമായിരുന്നു. എഴുന്നേറ്റു 5 ശേഖരങ്ങളുമായിരുന്നു. 20 വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ ഏട്ടത്തിൽ ഉൾപ്പെടെ 6,03,009 അതിൽ ഓരോരുത്തന് ഓരോ ബെക്കാവീതിയുമായിരുന്നു. അത് വിശുദ്ധ മന്ദിരത്തിന്റെ തൂക്കപ്രകാരം അരസെങ്കല്ലായിരുന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ ചുവടുകളും മരശീലയുടെ ചുവടുകളും വാർക്കുന്നത് ഒരു ചുവടിൽ 1 താലന്തു വീതം 100 ചുവട് 100 താലന്തും വെള്ളി ചെലവായി. ശേഷിച്ച 1035 ശേഖങ്ങൾ കൊണ്ട് അവർ തൂണുകൾ കൊളുത്തി ഉണ്ടാക്കുകയും കുമളുകൾ പൊതിയുകയും മേൽ ചുറ്റിപ്പടി ഉണ്ടാക്കുകയും ചെയ്തു. വഴിപാടായി ലഭിച്ച ദ്രാമം 70 താലന്തും 21 താലന്തും 2400 ചേലക്കുമായിരുന്നു. അതുകൊണ്ട് അവൻ സമാഗമ കൂടാരത്തിന്റെ വാതിലിനുള്ള ചുവടുകളും താമഗാഹപീഠവും അതിന്റെ ദ്രാമമുടിയും യാഗപീഠവും ഉപകരണങ്ങളെ എല്ലാവരെയും ചുറ്റുപ്രകാരത്തിന്റെ ചുവടുകളെയും പ്രാകാരവാതിലിനുള്ള ചുവടുകളും തിരുനിവാസത്തിന്റെ